ആഭിചാരക്രിയയുടെ പേരിൽ യുവതിക്ക് നേരിടേണ്ടി വന്നത് ക്രൂര പീഡനം. മരിച്ചുപോയ ബന്ധുവിന്റെ ആത്മാവ് ദേഹത്തുണ്ടെന്ന് പറഞ്ഞായിരുന്നു പൂജ. രാവിലെ 11 മണി മുതൽ 9 മണി വരെ പൂജ നടന്നു. നമ്മൾ ഇത്രയൊക്കെ പുരോഗമിച്ചു, നമ്മുടെ നാട് പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതും ഒന്നിടവിട്ട് അല്ലെങ്കിൽ പല സമയങ്ങളിലും കൃത്യമായ ഇടവേളകളിൽ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഈ പെൺകുട്ടിയുടെ അച്ഛനോട് പറയുന്നു. അവിടെ നിന്നാണ് ഇത് പുറത്തേക്ക് അറിയുന്നത്. തുടർന്നാണ് മണ്ണർകാട് പോലീസിൽ ഈ പിതാവ് ഒരു പരാതി നൽകുന്നത്. അവർ വന്ന് വിശദമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരു ക്രൂര കൃത്യത്തിന്റെ കഥ പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ 2-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. 2-ാം തീയതി രാവിലെ 11 മണി മുതൽ ഈ പൂജ തുടങ്ങിയതാണ്. 9 മണി വരെ നീണ്ടു നിന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയിൽ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ, ഒരു പൂജ എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് കടന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു മന്ത്രവാദത്തിലേക്ക് കാര്യങ്ങൾ പോയോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ തന്നെ പറയേണ്ടി വരും എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മരിച്ച 2 പേരുടെ ബന്ധുക്കളായിട്ടുള്ള 2 പേർ മരിച്ചിരുന്നു അടുത്തിടെ. അവരുടെ ബാധ കയറിയതാണെന്ന് പറഞ്ഞായിരുന്നു ഈ കുട്ടിയെ ഇത്തരത്തിലുള്ള ഒരു പൂജയ്ക്ക് വിധേയയാക്കിയത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ യുവാവിന്റെ കൂടെ, അഖിൽ എന്ന് പറയുന്ന യുവാവിന്റെ കൂടെ ഇഷ്ടത്തിലായിരുന്നു ഈ കുട്ടി. അങ്ങനെ ഇറങ്ങി വന്ന് വിവാഹം കഴിച്ചതാണ്. 1-1.5 ആഴ്ചയോളം ആയതേ ഉള്ളൂ ഈ വിവാഹം കഴിഞ്ഞിട്ട്. അതിനിടയിലാണ്, അതിനുശേഷമാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം.